അമേരിക്ക നേതൃത്വം വഹിക്കുന്ന 3 യുദ്ധങ്ങൾ. ഈ 3 യുദ്ധങ്ങളിലും പ്രതിസ്ഥാനത്ത് വരുന്നത് ഇറാനാണ്. ഇതാണ് അമേരിക്കയ്ക്ക് ഏറെ ആശങ്കയും പ്രയാസവും ഉണ്ടാക്കുന്ന കാര്യം. 3 യുദ്ധത്തിലും അമേരിക്ക പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇറാനുമായി സമാധാന ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറായി. അതുതന്നെ ചരിത്രത്തിൽ അപൂർവമായിട്ട് നടക്കുന്ന സംഭവമാണ്. ഇറാനുമായിട്ടൊരു സഹകരണം ഉണ്ടാക്കുക, അവരുമായിട്ട് കരാറുണ്ടാക്കുക, അവരുമായിട്ട് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളത് പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് ലോകത്തോട് സമ്മതിക്കുന്നതിന് തുല്യമായിരിക്കുന്ന സ്ഥിതിയാണ്. കാര്യം റഷ്യയുമായിട്ടാണെങ്കിൽ സഹകരണ അടിസ്ഥാനത്തിലൊക്കെ ചർച്ചയാവുക. 2ാം ലോക യുദ്ധത്തിൽ സംയുക്തമായ രീതിയിൽ ചേർന്ന് നിന്ന രാജ്യമാണ്. പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമാണ്. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് വലിയ രീതിയിലുള്ള രാഷ്ട്രങ്ങൾ സോവിയറ്റ് യൂണിയൻ പിന്തുണച്ചിരുന്നു, അമേരിക്കയെ പിന്തുണക്കുന്ന പോലെ. അങ്ങനെ അവരുമായിട്ടൊരു സമാധാനപരമായിരിക്കുന്ന ഒരു ചർച്ചയോ അല്ലെങ്കിൽ മറ്റുള്ള ഉഭയകക്ഷി ചർച്ചയൊക്കെ നടത്തുകയാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികം, വിഷയമൊന്നുമില്ല. എന്നാൽ ഇറാനുമായിട്ട് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്, പ്രത്യേകിച്ച് ട്രംപ് ആകുന്ന സമയത്ത്. ഇവിടെ ഭീകരവാദ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച പോലും യഥാർത്ഥത്തിൽ ആരംഭിച്ചു. ഒന്ന്, അമേരിക്ക തീവ്രവാദി സംഘടന എന്ന് പ്രഖ്യാപിച്ച ഹമാസുമായിട്ട് അമേരിക്ക തന്നെ ചർച്ച നടത്തി. അമേരിക്ക തീവ്രവാദി സംഘടനയായിട്ട് മുദ്ര കുത്തപ്പെട്ട MTS എന്ന് പറയുന്ന ഭരണ സംവിധാനമാണ് ഇപ്പോൾ സിറിയയിൽ ഭരിക്കുന്നത്, വിമതപക്ഷം. അവരുമായിട്ട് ചർച്ച നടത്തി. അങ്ങനെയാണ് ആ രാജ്യത്തിന് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ സംവിധാനം അധികാരത്തിൽ വരാൻ വേണ്ടി വലിയ പിന്തുണ നൽകിയ രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അൽഖ്വയ്ദയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അൽഖ്വയ്ദ അമേരിക്കയുടെ സെറ്റ് തന്നെയാണ്. സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ അവിടെ അഫ്ഗാനിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ചെമ്പടക്കെതിരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക നിർമ്മിച്ച സൃഷ്ടിയാണ് എന്ന് വരെ പറയപ്പെട്ടിട്ടുണ്ട്. ഫാമിലി ഫ്രണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അന്നത്തെ അമേരിക്ക പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷും അൽഖ്വയ്ദയുടെ നേതാവായിരിക്കുന്ന ബിൻ ലാദനും തമ്മിൽ വലിയ സൗഹൃദം ഉണ്ടെന്നൊക്കെ അന്നത്തെ ഈ ചർച്ചയോടനുബന്ധിച്ചൊക്കെ പത്രത്തിലൊക്കെ റിപ്പോർട്ടായിട്ട് വന്നതാണ്. എന്തോ അതിൻ്റെ യാഥാർത്ഥ്യമൊന്നും അറിയില്ല. ഏതായിരുന്നാലും ഒരു തരത്തിൽ ഭീകര സംഘവുമായിട്ട് അമേരിക്കക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബന്ധമുണ്ട്. പിന്നീട് അവിടെ ഭീകരവാദിയായിട്ട് അവർ പ്രഖ്യാപിക്കും, അത് അവർ ഒഴിവാക്കുകയും ചെയ്യും. അവരുടെ രീതി കാര്യങ്ങൾ അങ്ങനെയാണ്. അത് സർവ്വ രാജ്യങ്ങളിലും അവരുപയോഗിക്കുന്ന തന്ത്രങ്ങളും പ്രവൃത്തികളൊക്കെ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഉള്ള വിഷയം എന്ന് പറയുന്നത് 3 യുദ്ധങ്ങൾ അമേരിക്ക കൃത്യമായിരിക്കില്ല നേതൃത്വം നൽകുന്ന യുദ്ധങ്ങൾ. ഒന്ന്, റഷ്യയും ഉക്രൈനോടൊപ്പം 100% സപ്പോർട്ട് അമേരിക്കയ്ക്കില്ലെങ്കിൽ എന്നോ ആ രാജ്യം മുഴുവനും റഷ്യ അട്ടിമറിക്കും. ഉക്രൈൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സെലൻസ്കിയെ വധിക്കാൻ പോലും 2 പ്രാവശ്യം ഇപ്പോഴത്തെ ഘട്ടത്തിൽ പോലും ശ്രമിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടതാണ്. അപ്പോൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധം ഉണ്ടാക്കുന്നത്, റഷ്യക്കെതിരെ ബദൽ സംവിധാനം ഉണ്ടാക്കുന്നത് അമേരിക്കയാണ്. യഥാർത്ഥത്തിൽ അവിടെ ഏറ്റുമുട്ടുന്നത് അമേരിക്കയും റഷ്യയും തമ്മിലാണ്. ഉക്രൈൻ്റെ ഭൂമി അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഉക്രൈൻ്റെ സൈനികളൊക്കെ കുറച്ച് ഉണ്ടാവാം ഒരുപക്ഷെ. അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, അമേരിക്കയുടെ സൈനികർ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടോ എന്നുള്ളത് കാര്യം പോലും സംശയിക്കുന്ന രീതിയിലാണ്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ റഷ്യ പറഞ്ഞ കണക്ക് പ്രകാരം ഉക്രൈൻ മാത്രമല്ല അതിനൊപ്പം വിദേശ സൈനികരുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നത് ഇതിനിടയിൽ അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ രീതി കാര്യങ്ങളൊക്കെ പോകുന്നത് അവിടെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഉക്രൈനോടൊപ്പം 100% സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട് ഓരോരോ ബജറ്റിനും ദശകോടിക്കണക്കിന് ഡോളർ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ യുദ്ധം 3 വർഷത്തേക്ക് അമേരിക്ക എത്തിച്ചത്. അമേരിക്കയാൽ തന്നെയാണ് ആ യുദ്ധം ഉണ്ടാവുകയും ചെയ്തത്. ചെറിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്നുകൊണ്ട് പ്രശ്ന പരിഹാരത്തിന് നിൽക്കുന്നതിന് പകരമായ രീതിയിൽ റഷ്യയുമായിട്ട് ഉടക്കിയിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് യൂറോപ്യൻ യൂണിയൻ അംഗത്വം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അതിർത്തിയായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളാണ്, പ്രാദേശിക വിഷയങ്ങളാണ് ഇത്രയും വലിയ യുദ്ധത്തിലേക്കും വലിയ രീതിയിലുള്ള മരണത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചത്. അതാണ് നമ്മുടെ ഒരു യുദ്ധം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനെ സഹായിച്ചിട്ടില്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് യുദ്ധം അവസാനിക്കുമെന്ന് മുൻപ് ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി പറഞ്ഞിട്ടുണ്ട്. അത് വലിയ അർത്ഥവത്തായിരിക്കുന്ന വാചകമാണ്. അങ്ങനെ കീഴ്പ്പെടുത്താൻ മാത്രമുള്ള ശക്തിയൊന്നും ഇസ്രായേലിനില്ല എന്നുള്ളത് അവർക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷേ അവരുടെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്ന അമേരിക്കയാണ് എന്നതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇങ്ങോട്ട് അടുക്കാതിരിക്കുന്നത്, അവരെ എതിർക്കാതിരിക്കുന്നതിന് പ്രധാനമായിരിക്കുന്ന കാരണം ഇസ്രായേൽ വലിയ രീതിയിലുള്ള പിന്തുണ അമേരിക്ക വലിയ രീതിയിലുള്ള പിന്തുണ ഇസ്രായേൽ നൽകുന്നു എന്ന കാരണത്താലാണ്. അപ്പോൾ ഇവിടെ യുദ്ധം ചെയ്ത ആരാണ്? ശരിക്കും പറഞ്ഞാൽ പലസ്തീനും അമേരിക്കയുമാണ്. അപ്പോൾ 2 യുദ്ധത്തിൻ്റെ സ്ഥിതി അതാണ്. ആ 2 യുദ്ധത്തിലും ഇനി മൂന്നാമത്തെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടത് യമനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം അമേരിക്ക നേരിട്ട് നടത്തുന്നതാണ്. അതിൽ പിന്നെ മറ്റേതെങ്കിലും പിന്നെ ബദൽ ശക്തികളോ പ്രാദേശിക ശക്തികളോ ഒന്നുമില്ല, നേർക്കുനേരെ മുഖാമുഖം നടത്തുന്ന യുദ്ധം.
യമന്റെ ആധിപത്യം ഇല്ലാതാക്കാനോ ചെങ്കടൽ സ്വതന്ത്രമാക്കാനോ ചെങ്കടലിലൂടെ പോകുന്ന കപ്പൽ സ്വതന്ത്രമായിട്ട് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു തരാനും സാധിക്കും എന്ന് ഇപ്പോഴും അമേരിക്ക പറയാത്ത വിധം വലിയ രീതിയിലുള്ള പ്രതിരോധം അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നു. എവിടെ നിന്ന്? യമനിൽ നിന്ന്. യമൻ എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമാണ്, ചെറിയ സൈനിക ബലം എന്ന് ലോകം ഇതുവരെ മനസ്സിലാക്കിയ ഒരു രാജ്യത്തിൻ്റെ പേരാണ് യമൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ശക്തമായ രീതിയിലുള്ള ആക്രമണം അമേരിക്ക നേരെ ഉണ്ടാകുന്നു. 3 യുദ്ധത്തിലും അമേരിക്ക നേതൃത്വം വഹിക്കുന്നു. ആ 3 യുദ്ധത്തിൻ്റെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇറാനാണ്. ഇതാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയിരിക്കുന്ന കാര്യം. ബറാക്ക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന 2015 കാലഘട്ടത്തിൽ ഇറാനുമായിട്ട് വലിയ സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി താല്പര്യമുണ്ടാക്കുകയും ഇറാനുമായിട്ടൊരു ആണവ കരാർ ഉണ്ടാക്കുകയും ചെയ്തു. ആണവ കരാറുമായിട്ട് ബന്ധപ്പെട്ട് സമാധാന ശ്രമത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആയുധം ഉണ്ടാക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഒബാമ വല്ലാത്ത രീതിയിൽ ശ്രമിച്ചു. ഒബാമയുടെ കാലഘട്ടം എന്ന് പറഞ്ഞ സുവർണ കാലഘട്ടമായി തന്നെ അറിയപ്പെടുന്നതാണ്. അതിൻ്റെ കാര്യം ഭീകരവാദിയായിരിക്കുന്ന അൽ-ഖ്വയ്ദയുടെ നേതാവ് ഉസാമ ബിൻ ലാദനെ പിടികൂടാൻ വേണ്ടി തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ നടത്തിയതിൽ ബറാക്ക് ഒബാമക്ക് വലിയ പങ്കാളിത്തമുണ്ട്. പാകിസ്ഥാനിലെ അബാട്ടാബാദിൽ വെച്ചാണ് അൽ-ഖ്വയ്ദയുടെ ഭീകരവാദിയായിരിക്കുന്ന ബിൻ ലാദനെ പിടികൂടി വെടിവെച്ച് കൊന്നത് അമേരിക്കൻ സൈനികർ. അതിന് പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പോലെയല്ല, സഖ്യകക്ഷികളാണ്, സൗഹൃദ രാജ്യങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൈനികപരമായിരിക്കുന്ന ഇടപാടുകളൊക്കെ അവർ തമ്മിലുണ്ട്. അതുകൊണ്ട് അവരുടെ സൗഹൃദം തകരാത്ത രീതിയിലുള്ള വലിയ നിരീക്ഷണമായിരുന്നു ഈ ബിൻ ലാദനെ പിടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ സൈനികർ നടത്തിയത്. ഏറ്റവും ഒടുവിൽ ഡ്രോൺ വെച്ച് നിരീക്ഷണം നടത്തിയെന്ന്, ആകാശത്ത് ഡ്രോൺ വെച്ച് നിരീക്ഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഈ മേഖലയിൽ എത്തപ്പെട്ടതിൽ ഒരു ഉയരം കൂടിയ ഒരാൾ എല്ലാ ദിവസവും വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ നടക്കാൻ വേണ്ടി വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് പുറത്തൂടെ നടക്കുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടു. ഇത് ഇന്ന ആളാണെന്ന് മനസ്സിലായിട്ടില്ല, കുറച്ച് ഹൈറ്റുള്ള ഒരാളാണ് എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പിന്നീട് അത് സൂം ചെയ്ത് ഒരു പക്ഷേ ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. പിന്നീട് അവർ സാഹചര്യങ്ങളും ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് അത് ബിൻ ലാദൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒബാമക്ക് വിവരം നൽകി. തങ്ങൾ ഈ പാകിസ്ഥാൻ്റെ മിലിറ്ററി ഉള്ള അബാട്ടാബാദിൻ്റെ ഏകദേശം ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഭാഗത്താണ് ഈ പറയപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ ബിൻ ലാദൻ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് അയാൾ ആക്രമിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിടിക്കാനോ വെടിവെച്ച് കൊല്ലാനോ അവസരം നൽകണം എന്നുള്ള ഒരു ഉത്തരവിന് വേണ്ടി ബറാക്ക് ഒബാമയുടെ അടുത്ത് അമേരിക്കൻ സൈനികരെത്തുന്നു. ബറാക്ക് ഒബാമ പറയുന്നു, ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഖ്യകക്ഷിയാണ്, അപ്പോൾ വല്ല കാരണവശാലോ ഇത് ബിൻ ലാദൻ അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തെ സാരമായിട്ട് അത് ബാധിക്കും. കാര്യം അവരുടെ അനുവാദമില്ലാതെയാണ് അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് നിങ്ങൾ സൈനികമായിരിക്കുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ സൈന്യം പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മൾ പാകിസ്ഥാനുമായിട്ട് സഹകരിച്ചാൽ ഒരിക്കലും അത് സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ്റെ സൈനികയിൽപ്പെട്ട ആൾക്കാർ ഒരു പക്ഷേ രഹസ്യമായിരിക്കുന്ന വിവരം നൽകിയിട്ട് ബിൻ ലാദനെ രക്ഷപ്പെടുത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞു. അത് ഏറെക്കുറെ ശരിയാണെന്ന് ഒബാമ സമ്മതിച്ചു. അങ്ങനെ മനസ്സോടുകൂടിയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ബിൻ ലാദൻ തന്നെയാണ് എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് അനുമതി നൽകിയത്. ഓപ്പറേഷൻ പ്രകാരം ഹെലികോപ്റ്ററിൽ നിന്നോ വിമാനത്തിൽ നിന്നോ ആളുകൾ, ഈ സൈനികർ ആയുധം വെച്ചുകൊണ്ട് താഴെ ഇറങ്ങുന്നു. വീടിൻ്റെ വാതിലൊക്കെ അടിച്ചു പൊളിച്ചിട്ട് അകത്ത് കയറിയ സമയത്ത് ബിൻ ലാദൻ ഒരു ഭാഗത്ത് ഉറങ്ങുന്നു എന്നും പറയുന്നു, അദ്ദേഹം ചാരിയിരിക്കുന്നു എന്നും പറയുന്നു. അദ്ദേഹത്തിന് കൈവശത്തിൽ തോക്കുണ്ടായിരുന്നു എന്നും പറയുന്നു. വെടിവെച്ച് കൊന്നതിന് ശേഷം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിവരം അമേരിക്ക പാകിസ്ഥാൻ ഗവൺമെൻറ്റിനോട് പറയുന്നത്. ബിൻ ലാദൻ ഒളിച്ചിരിക്കുന്ന മേഖല നമ്മുടെ സൈനികർ, നമ്മുടെ എന്ന് പ്രയോഗമാണ് നടത്തിയത്, കണ്ടെത്തുകയും ബിൻ ലാദനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ബിൻ ലാദൻ ആയതുകൊണ്ട് അമേരിക്കക്ക് പാകിസ്ഥാന് പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ പാകിസ്ഥാൻ നൽകി കഴിഞ്ഞാൽ അത് ഭാവിയിൽ അതിനോടനുബന്ധിച്ച് പിന്നെ പുതിയൊരു സംവിധാനം ഉണ്ടാവുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഈ കടലിടുക്കിൽ താഴ്ത്തപ്പെട്ടു എന്ന് പറയുക, പ്രത്യേകമായിരിക്കുന്ന ഒരു കപ്പൽ സംഘടിപ്പിച്ചുകൊണ്ട് ഏകദേശം കടലിൻ്റെ മധ്യ എന്നൊക്കെ പറയുന്നു, മധ്യത്തിൽ കൊണ്ടുപോയിട്ട് അത് കെട്ടിത്താഴ്ത്തി എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ബറാക്ക് ഒബാമയുടെ അതിശക്തമായിരിക്കുന്ന ഇടപെടൽ കാരണമാണ് അങ്ങനത്തെ ഒരു ഭീകരവാദിയെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ 2015 ഇറാനുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി അത് ഏറെക്കുറെ ശാന്തമായ രീതിയിൽ ഇറാൻ്റെ ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പരിശോധന നടത്താൻ വേണ്ടി ഇവിടേക്ക് UN സഭയിൽപ്പെട്ട പ്രതിനിധികൾ വരുന്നതിന് ഇറാൻ സ്വാഗതം ചെയ്തു. അത് ഒബാമയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
2018 ട്രംപ് അധികാരത്തിൽ കയറിയതോടുകൂടി എന്ത് ചെയ്തു? ഇതിൽ നിന്ന് പിന്മാറി. അപ്പോൾ ഇത് പിന്മാറുക എന്ന് പറഞ്ഞാൽ ആണവായുധ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാനുമായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ കരാർ വ്യവസ്ഥയിൽ നിന്ന് പിന്മാറുന്നത് ട്രംപാണ്. ഇപ്പോഴത്തെ ഭരണാധികാരി, അന്നത്തെ 2018 ഭരണാധികാരിയായിരുന്നു. പിന്മാറിയതോടുകൂടി ഇറാന് അതൊരു അവസരമായിട്ട് ഉപയോഗിച്ചു. ഇറാൻ എന്ത് ചെയ്തു? ഇറാൻ ഈ അവസരത്തിൽ ആണവായുധമായിരിക്കുന്ന നിർമ്മിതികൾ ആരംഭിച്ചു. അത് റഷ്യയുടെ സഹകരണത്തോട് കൂടിയിട്ട് അത് വലിയ രീതിയിൽ വിപുലീകരിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ട്രംപ് എന്ന് പറയുന്ന മണ്ടനായിരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ കഴിവ് കെട്ട നടപടിയോടുകൂടി ഉണ്ടായതാണ്. ഇപ്പോൾ ഇതേ ട്രംപ് തന്നെ 2025 പറയുന്ന കാര്യം എന്താണ്? ആണവായുധ കരാർ വ്യവസ്ഥ ഇറാൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവർ ഞങ്ങളെ ആക്രമിക്കും. ഈ പണി ആദ്യം തന്നെ ബുദ്ധിപരമായിരിക്കുന്ന ഈ ബറാക്ക് ഒബാമയെ പോലെയുള്ള ബുദ്ധിപരമായിരിക്കുന്ന ഒരു ഭരണാധികാരിയാണെങ്കിൽ എന്ത് ചെയ്യും? കരാർ വ്യവസ്ഥ റദ്ദാക്കുകയില്ല, പകരം എന്ത് ചെയ്യും? അവിടെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് കരാർ വ്യവസ്ഥ പ്രകാരം അതിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു എന്നതിനാൽ അതിന് ഇപ്പോഴും അവിടെ പോയിട്ട് പരിശോധന നടത്താൻ വേണ്ടി സാധിക്കും. അതില്ലാതാക്കിയ ട്രംപാണ്. അതേ ട്രംപ് തന്നെ ഇപ്പോൾ പറയുന്നത് അത് ആവശ്യമാണ് എന്ന തരത്തിലാണ്. അത് നൽകില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ ഇറാൻ ഇത്ര ശക്തമായ രീതിയിൽ പറയാനുള്ള കാരണം അവിടെ കൈവച്ചിൽ ആണവായുധമുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അമേരിക്കയ്ക്ക് ഇപ്പോൾ തലവേദനയായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ 3 യുദ്ധങ്ങൾ. 3 യുദ്ധത്തിലും അമേരിക്ക നേതൃത്വം നൽകുന്നു. 3 യുദ്ധത്തിലും വില്ലനായി നിൽക്കുന്നതും ശത്രുപക്ഷത്ത് നിൽക്കുന്നതും ഇറാനാണ്. കാര്യം എന്ന് പറയുന്നത് റഷ്യക്ക് 30% എങ്കിലും ആയുധങ്ങൾ നൽകുന്ന ഇറാനാണ് എന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ പരാതിയായിട്ട് പറഞ്ഞതാണ്, സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ ഒരു മേൽക്കോയ് എന്ന് പറയുന്നതും ഒരു മേൽപ്പൊടി ഇടുന്നതും യഥാർത്ഥത്തിൽ ഇറാനാണ്. ഈ ഉക്രൈനിലാണെങ്കിലും ഫലസ്തീനിലാണെങ്കിലും ചെങ്കടലിലാണെങ്കിലും വില്ല വേഷത്തിൽ ഇറാൻ നിൽക്കുന്നതിൻ്റെ പ്രയാസമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവുമില്ലാത്ത ഇടപെടലുകളും, അതല്ലെങ്കിൽ യുദ്ധം ചെയ്യും, നാളെ യുദ്ധം ചെയ്യും, തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭരണാധികാരിക്ക് യോജിക്കാത്ത രീതിയിലുള്ള സംസാരങ്ങളും വെപ്രാളങ്ങളും മദ്യപാനികളെ പോലെ സംസാരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ട്രംപിനുണ്ടായത് ഈ 3 യുദ്ധത്തിൻ്റെയും വില്ലൻ ഇറാനായി വന്നിരിക്കുന്നു എന്നത് മാത്രമാണ്.